പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇത് നിങ്ങൾക്ക് ആശീർവാദത്തിന്റെ ദിവസമാണ്. കർത്താവായ യേശു നിങ്ങൾക്ക് പ്രധാനപ്പെട്ടൊരു ഉപദേശം തരുന്ന ദിവസം. ദൈവത്തിന്റെ ഉപദേശം അനുസരിക്കുമോ? നിങ്ങൾ അനുസരിക്കും തോറും ആശീർവാദത്തെ നേടാൻ സാധിക്കും. ശരി, അതുപോട്ടെ, ഗോഡ്സ് വിന്യാർഡ് എന്ന് എഴുതിയിരിക്കുന്നല്ലോ, എന്താണിത് എന്ന് വിചാരിക്കുകയാണോ? ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം. ഇത് യേശു വിടുവിക്കുന്നു ശുശ്രൂഷയുടെ ഓഫീസ് നടക്കുന്ന കെട്ടിടമാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. കുട്ടികൾക്കായുള്ള ശുശ്രൂഷ, യുവജന ശുശ്രൂഷ, മിഷണറി ശുശ്രൂഷ, സുവിശേഷ ശുശ്രൂഷ, അതുപോലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ശുശ്രൂഷകർക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ കമ്മ്യൂണിക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വിവിധ തരം ജേണൽ വകുപ്പുകൾ. ഇവിടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് യേശു വിടുവിക്കുന്നു ശുശ്രൂഷ കുടുംബങ്ങൾ ഒരുമിച്ച് മുന്തിരിത്തോട്ടത്തില് ജോലി ചെയ്യുന്നു. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം, അതിൽ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒത്തൊരുമയോടെ. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം എന്ന്. ഇതിനകത്ത് കടക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം, ഇതിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നു എന്ന ബോധത്തോടെ ജോലി ചെയ്യുവാൻ ദൈവം ഈ പേര് തന്നിരിക്കുന്നു. അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ശരി, ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനം എന്താണെന്ന് വെച്ചാൽ 1 പത്രോസ് 4:8 സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവർ ആയിരിപ്പിൻ എന്ന് പറയുന്നു. ഉറ്റ സ്നേഹമുള്ളവർ, നാം സ്നേഹമുള്ളവരായിരിക്കണം. ഇതാണ് യേശു നമുക്ക് തന്നിരിക്കുന്ന സ്നേഹമുള്ള ആജ്ഞ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരെ സ്നേഹിപ്പിൻ. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും പോരായ്മകളെയും നോക്കാതെ, അവയ്ക്കെല്ലാം നടുവിലും കർത്താവായ യേശു നമ്മെ സ്നേഹിക്കുന്നത് പോലെ അതേപോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. എപ്പോഴും ഇത് ശരിയല്ല, അത് ശരിയല്ല എന്ന് കുറവ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് മനസ്സിൽ വെറുപ്പുണ്ടാകാനാണ് സാധ്യത. അതും കടന്ന് യേശുവിന്റെ സ്നേഹം നമ്മിൽ ഉണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ എല്ലാറ്റിനും മുൻപായി എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് പത്രോസ് മുഖേന ധാരാളം ഉപദേശങ്ങൾ തരുന്നു. ഇതെഴുതിയിട്ട് എല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ എന്ന് പറയുന്നു. സാധാരണ സ്നേഹമല്ല, ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹത്തോടെ, മമതയോടെ, വാത്സല്യത്തോടെ ഇരിക്കേണ്ടതാണ് തമ്മിൽ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആ സ്നേഹമുണ്ടാവണം. മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിൽ അതേ സ്നേഹമുണ്ടാവണം. അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും തമ്മിൽ അങ്ങനെയുള്ള സ്നേഹമുണ്ടാവണം. കുടുംബങ്ങൾക്കുള്ളിൽ, പിന്നെ സഭയിൽ പല കുടുംബങ്ങൾ ചേരുന്ന സ്ഥലത്ത്, ആ സഭയിൽ വരുമ്പോൾ തമ്മിൽ മറ്റുള്ളവരോട് ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഇതാണ് ഒരു കുടുംബത്തിന് ആവശ്യം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ മറ്റുള്ളവരോട് ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. മതത്തിന്റെയോ ജാതികളുടെയോ പേരിൽ പരസ്പരം സ്നേഹിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഏത് മതത്തിലുള്ളവരായിരുന്നാലും, ഏത് ഗോത്രക്കാരാണെന്ന് ലോകം പറഞ്ഞാലും നാം വേർതിരിച്ച് കാണാൻ പാടില്ല. എല്ലാവരോടും ഒരുപോലെ ശക്തമായ സ്നേഹം, എന്റെ സഹോദരൻ, എന്റെ സഹോദരി, അങ്ങനെ നാം സ്നേഹിക്കേണ്ടതാണ്. നിങ്ങളുടെ കുടുംബത്തിലും ഇന്ന് എന്തുകൊണ്ടാണ് പിറുപിറുക്കലും സമാധാനമില്ലായ്മയും ഉണ്ടാവുന്നത്? സ്നേഹമില്ലായ്മ കൊണ്ടാണ് ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം, മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ പ്രശ്നം, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം, കുടുംബത്തിൽ വഴക്ക്, സഭയിലെ പിരിവുകള്, രാഷ്ട്രീയം. എന്തുകൊണ്ട്? സ്നേഹമില്ല. യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവയെല്ലാം താനേ മാറിപ്പോകും. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത്, എല്ലാറ്റിലും ഉപരിയായി നിങ്ങൾ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെപ്പറ്റി കുറ്റം പറയുമോ? ചിന്തിച്ചു നോക്കൂ. ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും അത് മൂടി മറയ്ക്കും. കാരണം സ്നേഹം പാപത്തെ മറയ്ക്കുമെന്ന് വചനം പറയുന്നു. യേശുവിന് നമ്മോടുള്ള സ്നേഹം കാരണമാണ് നമ്മുടെ കുറ്റങ്ങളെക്കുറിച്ച് പറയാതെ നമ്മുടെ പാപത്തെ മറച്ച് നമ്മുടെ പക്കലുള്ള നല്ല കാര്യത്തെപ്പറ്റി പറഞ്ഞ് നമ്മെ നേരെയാക്കുന്നു. ഇത് ശരിയാക്ക്, ഇതിൽ കുറവുണ്ട് എന്ന് പറഞ്ഞ്. അത് സ്നേഹം കാരണമാണ്, കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്ന ഹൃദയം ഉണ്ടാവരുത്. അമ്മായിയമ്മ ശരിയല്ല, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മരുമകള് ശരിയല്ല, ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു, ഭാര്യ ഇങ്ങനെ ചെയ്യുന്നു. സ്നേഹമില്ലാത്തതുകൊണ്ട് കയ്പും വെറുപ്പും വാക്കുകൾ, കഠിനമുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു. മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ സ്നേഹമില്ലാത്തതുകൊണ്ട് വഴക്കുണ്ടാവുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ദുഃഖിക്കുന്നത്. നിങ്ങൾ സ്നേഹമുള്ളവരാകാതെ കോപത്തെയും ഈർഷ്യയെയും വെളിപ്പെടുത്തുന്നത് കൊണ്ടാണത്. അതുകൊണ്ട് ദൈവമേ, എനിക്കുറ്റ സ്നേഹത്തെ തരയണമേ, യേശുവിന്റെ സ്നേഹം എനിക്ക് വേണം എന്ന് ചോദിക്കൂ. ആ സ്നേഹം ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നാൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന ഒരു കാര്യവും നിങ്ങളെ ബാധിക്കുകയില്ല.
നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെയിരിക്കും. തുടക്കത്തിലൊക്കെ എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാലോ വിമർശിച്ചാലോ അതെന്നെ വല്ലാതെ ബാധിക്കാറുണ്ടായിരുന്നു. ഈ ശുശ്രൂഷ എനിക്ക് വേണ്ട, എന്നെ വിട്ടേക്ക് ദൈവമേ എന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ വൈരാഗ്യമുള്ളവർക്ക് ദൈവം എന്തെങ്കിലും ചെയ്യും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നൊക്കെ ഞാൻ കരുതി. ഇല്ല, അവരങ്ങനെയേ സംസാരിക്കൂ, അവരങ്ങനെയേ എഴുതൂ. ഇപ്പോൾ പറയുന്നു, ആ കാലത്ത് എഴുതിയിരുന്നു, അവരങ്ങനെയേ പറയൂ. നീ അവരോട് ക്ഷമിച്ചു മറന്ന് അവരോട് ക്ഷമിക്കൂ എന്ന് പഠിപ്പിച്ചു തന്നു. അതെങ്ങനെ സാധിക്കും? അതാണ് യേശുവിന്റെ സ്നേഹം. ഞാൻ അതിനുവേണ്ടി ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സ്നേഹം എനിക്ക് തരയണമേ. എന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ, വിരോധികളെ സ്നേഹിക്കാൻ, കുറ്റം പറയുന്നവരെ സ്നേഹിക്കാൻ, എന്നെക്കുറിച്ച് മോശമായി എഴുതുന്നവരെ സ്നേഹിക്കാനുള്ള സ്നേഹം തരയണമേ എന്ന് പ്രാർത്ഥിച്ച് അത് ഞാൻ നേടി. അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും എഴുതിയാലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഒരു നിമിഷം പോലും ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ദൈവം ആ സ്നേഹത്തെ എനിക്ക് പകർന്നു തന്നു. ആ ദൈവിക സ്നേഹം ഉള്ളിൽ കടന്നാൽ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കില്ല, എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരോടും സ്നേഹം കാണിക്കും, കുറ്റങ്ങൾ നോക്കാതെ അവരെ സ്നേഹിക്കും. അപ്പോൾ ദൈവമേ, എല്ലാറ്റിനുമുപരിയായി ഞാൻ എല്ലാവരോടും ഉറ്റ സ്നേഹം കാണിക്കണം. യേശുവിന്റെ സ്നേഹം എനിക്ക് വേണം എന്ന് ചോദിക്കുമോ? ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, അങ്ങയുടെ സ്നേഹം, കാൽവരിയിലെ സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹം, ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം, കുറവുകളൊന്നും നോക്കാതെ ക്ഷമിക്കുന്ന സ്നേഹം, ഉറ്റ സ്നേഹത്തെ എനിക്ക് തരയണമേ, എന്റെ ഉള്ളിൽ പകരയണമേ. ഞാനെപ്പോഴും സ്നേഹത്താൽ നിറഞ്ഞ് സംസാരിക്കണം, പ്രവർത്തിക്കണം, നടക്കണം. അതിനെന്നെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ